നമസ്കാരം. ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് സൗദി എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയേക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ, ഹെൻഡർസണും അതുപോലെ തന്നെ ഫെർമീനോയും എങ്ങനെയെങ്കിലും ക്ലബ്ബുകൾ വിടാനായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വന്നുകൊണ്ടിരുന്നത് അൽ ഇത്തിഫാഖ് എന്ത് വന്നാലും ഹെൻഡർസനെ വിടത്തില്ല, അതേസമയത്ത് അൽ അഖ്ലി റെഡിയാണ് ഫെർമീനോനെ വിടാനുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെർമീനോയും ടീമും ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതായത് അൽ അഖ്ലി വിടുന്നില്ല, മേ ബി സമ്മറിലെ ഇനി മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ അൽ അഖ്ലി വിടാനായിട്ട് ഫെർമീനോയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമും തീരുമാനിച്ചിട്ടില്ല. ആ ഒരു ഡിസിഷനിൽ നിന്ന് പിന്മാറി. അൽ അഖ്ലിയിൽ ഈ സീസൺ എൻഡ് വരെ തുടരും എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. സമ്മറി ഡിസിഷൻ മാറിയേക്കാം. അതേ സ്ഥാനത്ത് എന്ത് പറഞ്ഞാലും അൽ ഇത്തിഫാഖ് ഫ്രീ ആയിട്ട് ഹെൻഡർസനെ വിടത്തില്ല എന്നൊരു ഡിസിഷനിൽ നിന്നും അവർ പിന്മാറിയിരിക്കുകയാണ്. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ഹെൻഡർസൺ ഫ്രീ ഏജൻ്റായിട്ട് അയാക്സിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. 75% പേ കട്ട് അദ്ദേഹം എടുക്കുന്നതാണ്. ഇപ്പോൾ ഏൺ ചെയ്യുന്നതിൻ്റെ 25% മാത്രം അയാക്സിൽ അദ്ദേഹം ഏൺ ചെയ്യത്തുള്ളൂ. ഫ്രീ ഏജൻ്റായിട്ട് തന്നെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം അൽ ഇത്തിഫാഖ് വിടുന്നത്. എന്തോ കോമ്പൻസേഷൻ ഹെൻഡർസൺ പേ ചെയ്യുമെന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. എത്രയാണ് ആ എമൗണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഈ ന്യൂസ് വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ചെൽസിയുടെ സെൻട്രൽ ബാക്കായ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഡിഫൻഡറുമായ കോൾവിലിനെ നമുക്കറിയാം. കോൾവിലിനെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അദ്ദേഹത്തിൽ ഇപ്പം ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് ടോക്ക് സ്പോർട്ടാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പം ന്യൂസ് കേൾക്കുന്ന നമുക്കറിയാം, ലാസ്റ്റ് സീസണിൽ, അതായത് ഈ സീസൺ തുടങ്ങുമ്പം 6 ഇയർ കോൺട്രാക്റ്റ് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ബ്രൈറ്റണിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ചെൽസി ചേർന്ന ടൈമിൽ തിരിച്ച് ലോൺ ഡീൽ കഴിഞ്ഞ് വന്നപ്പോൾ അന്നും ലിവർപൂളിൻ്റെയും ബ്രൈറ്റൻ്റെയും വരെ ബ്രൈറ്റണോടൊപ്പം തന്നെ ലിവർപൂളും കോൾവിൽ ഇൻട്രസ്റ്റ് കാണിച്ചായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും ലിവർപൂള് കോൾവിലുള്ള ഇൻട്രസ്റ്റ്, കാരണം നമുക്കറിയാം കോൾവിൽ സെൻറ്റർ ബാക്കായിട്ടല്ല അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത്. മിക്ക മാച്ചസിലും വിങ് ബാക്കായിട്ടാണ് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ ഒരു സെൻറ്റർ ബാക്ക് ആണെന്ന് പബ്ലിക്കലി വന്ന് പറയുകയും ചെയ്തിരുന്നു. നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന്. ലിവർപൂൾ ആ ഒരു കോൾവിൽ അൺഹാപ്പി ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നു എന്നാണ് ഈ ടോക്ക് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തത്. ടോക്ക് സ്പോട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുറേ എണ്ണം ചുമ്മാ റൂമർ അടിച്ചിരുന്നതാണ്. ഇത് എന്തുമാത്രം റിലയബിൾ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയറാണ് കോൾവിൽ എന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ ഈ സമ്മറിൽ കഴിഞ്ഞ സമ്മർ വിൻഡോയിൽ ഒരു നീക്കം നടത്തിയാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. അടുത്തായിട്ട് PSG AS റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം RMC സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റ് PSG റെക്കോർഡ് ബ്രേക്കിംഗ്, യൂറോപ്പിലെ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് ഡീല് ഇതുവരെ കണ്ടെത്തില്ലാത്തൊരു ഓഫർ ആയിരിക്കും വിടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ AS റിപ്പോർട്ട് ചെയ്യുന്നത് 86 മില്യൺ യൂറോസ് ആയിരിക്കും കിലിയൻ എംബാപ്പയ്ക്ക് പെർ സീസൺ PSG ഓഫർ ചെയ്യുന്ന പുതിയ സാലറി എന്നാണ്. കറൻ്റ്ലി പുള്ളി 70 മില്യൺ അടുത്താണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ 86 മില്യൺ യൂറോസ് കൂടാതെ മറ്റ് പല സൈനിങ് ഓൺ ബോണസുകളും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരൻസും അവിടെ ഉണ്ട്. അവർക്ക് ഏജൻസിനുള്ള കമ്മീഷനും ഒക്കെ എക്സ്ട്രാ ഓഫർ ഉണ്ടെന്ന് കേൾക്കുന്നു. 86 മില്യൺ യൂറോസ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡീല്. പിന്നെ മറ്റ് പല സ്പോൺസർഷിപ്പ് ഡീൽസും ഈ ഷർട്ട് റവന്യൂസും മെർച്ചൻഡൈസ് സെയിൽസിൻ്റെയും കൂടാതെ നമുക്കറിയാം ഇമേജ് റൈറ്റ്സിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പം വമ്പൻ എമൗണ്ടിലോട്ട് പോകും. 86 മില്യൺ ഗ്യാരണ്ടീഡ് എന്നാ പറയുക വേജസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ന്യൂ വമ്പൻ കോൺട്രാക്റ്റാണ് PSG എംബാപ്പയ്ക്ക് മുമ്പിൽ വെക്കാൻ പോകുന്നത്. ആ ഒരു പ്രൊപ്പോസൽ വിട്ടു എന്നാണ് AS ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്. എംബാപ്പെ അത് അക്സെപ്റ്റ് ചെയ്യുമോ അതോ റയൽ മാഡ്രിഡിലോട്ട് വരുമോ? റയൽ മാഡ്രിഡിൻ്റെ ഓഫർ നമുക്കറിയാം 26 മില്യൺ ഓളം ഗ്യാരണ്ടീഡായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഓഫറാണ്. ആഫ്റ്റർ ടാക്സ് അത് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 മില്യൺ അടുത്ത് പെർ സീസൺ കിട്ടത്തക്ക രീതിയിൽ, ബിഫോർ ടാക്സ് കിട്ടത്തക്ക രീതിയിലാണ് റയൽ മാഡ്രിഡിൻ്റെ ഓഫർ എന്നാണ് കേൾക്കുന്നത്. കൂടാതെ 130 മില്യൺ യൂറോസ് സൈനിങ് ഓൺ ബോണസ് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഒരു വമ്പൻ എമൗണ്ടാണ് PSGയുടെ ഓഫർ. എംബാപ്പെ മണി ചൂസ് ചെയ്യുമോ അതോ അദ്ദേഹത്തിൻ്റെ കരിയർ ഒന്നുകൂടെ വേറെ ലെവലിലോട്ട് എത്തിക്കാൻ റയൽ മാഡ്രിഡിലോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ന്യൂകാസിൽ എഡർസണിൽ അറ്റ്ലാന്റയുടെ ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ 25 വയസ്സാനായ എഡർസണിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് ന്യൂകാസിൽ. 35 മില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് അറ്റ്ലാന്റ ചോദിക്കുന്നത്. യുണൈറ്റഡിനും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പം സണ്ണാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, സൺ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ന്യൂകാസിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് മേ ബി ബ്രൂണോ ഗിമാറസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും അദ്ദേഹത്തെ എത്തിക്കാൻ നോക്കുക എന്ന് കേൾക്കുന്നു. സമ്മറിൽ ബ്രൂണോ ഗിമാറസ് ന്യൂകാസിൽ വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. PSG പോലത്തെ ക്ലബ്ബുകളൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. FFP ഇഷ്യൂസ് ഉള്ളതിനാൽ തന്നെ ഒരു ബിഗ് സെയിൽ അവർക്ക് നടത്തുകയും വേണം. 100 മില്യൺ പ്ലസ് ബ്രൂണോ ഗിമാറസിൽ നിന്നും ഏൺ ചെയ്തതിന് ശേഷം അതിൽ ഒരു 35 മില്യൺ എഡർസണിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ എന്ന് കേൾക്കുന്നു. ബ്രൂണോ ഗിമാറസിനെക്കാളും ലോവർ സാലറി ആയിരിക്കുമല്ലോ എന്തായാലും എഡർസൺ. മിക്കവാറും
ആ ഒരു ഡീലിൽ ന്യൂകാസിൽ എഡർസണിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ സമ്മറിൽ അത് നടക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയണം. സോ അവിടുന്ന് നേരെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൂൾസ് ആണെങ്കിൽ നമുക്കറിയാലോ, ബ്രോഹയുടെ കാര്യം അറിയാമല്ലോ, ചെൽസിയുടെ സെൻട്രൽ ഫോർവേഡായ അർമാൻഡോ ബ്രോഹയ്ക്ക് വേണ്ടി വൂൾസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ഈ വിൻ്ററിൽ കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. ബട്ട് സമ്മറിൽ വൂൾസിൻ്റെ ലിസ്റ്റിലുള്ള വൂൾസ് ഇൻട്രസ്റ്റഡ് ആയ ഒരു പ്ലെയറാണ് ഈ ചെൽസിയുടെ സെൻട്രൽ ഫോർവേഡായ ബ്രോഹ. സോ അങ്ങ് നോക്കാം. എന്തായാലും ചെൽസിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. ബട്ട് ടീമിലെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറോ ഇൻ്റഗ്രൽ പാർട്ടോ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൂടാതെ ചെൽസി നെക്സ്റ്റ് സമ്മറിൽ ഒരു വമ്പൻ സ്ട്രൈക്കറിനെ, ഒസിമാൻ പോലത്തെ ഒരു സ്ട്രൈക്കറിനെ, അതായത് ഫെർഗൂസൺ പോലത്തെ ബ്രൈറ്റൻ്റെ ഒക്കെ സ്ട്രൈക്കറിനെ നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ അവിടുന്ന് നമ്മൾ നേരെ ജെസ്സി ലിംഗാർഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ മെയിൽ സ്പോർട്ടും ചില സ്പാനിഷ് മീഡിയാസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജെസ്സി ലിംഗാർഡ് ഇപ്പം ഫ്രീ ഏജൻ്റ് ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനെ സാക്ക് ചെയ്തിരുന്നു. സോ നേരത്തെ ഏജൻറ്റ് ഒരുമാതിരി അദ്ദേഹത്തോടെ ഡീൽ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു മിക്ക ക്ലബ്ബുകൾക്കും. സോ അതിനകത്ത് തന്നെ ഇപ്പോൾ അദ്ദേഹം ഏജൻറ്റിനെ സാക്ക് ചെയ്തു. അതേ ഒരു മൂവിന് വേണ്ടി നോക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് തിരിച്ച് ഫുട്ബോളിലോട്ട് വരാൻ നോക്കുകയാണ്. സോ കഴിഞ്ഞ ദിവസം MLS പോർട്ട്ലാൻഡ് ടിമ്പേഴ്സ് എന്ന് പറയുന്ന ഏതൊരു ക്ലബ്ബ് ഇൻട്രസ്റ്റ് കാണിച്ചായിട്ട് ടോക്സ് നടത്തിയായിട്ടും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കേൾക്കുന്നത് അദ്ദേഹത്തിന് യൂറോപ്പിൽ തന്നെ നിൽക്കാൻ താല്പര്യമുണ്ട്. സോ ബാർസലോണയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. സോ ഓൾമോസ്റ്റ് ഒരു എന്നാ പറയുക, വേജസേ വേണ്ടാത്ത രീതിയിൽ ഓൾമോസ്റ്റ് ഒരു ഫ്രീ പോലെ കളിക്കാമെന്നുള്ള രീതിയിൽ 6 months ഡീല് ബാർസയോട് അങ്ങോട്ട് ഓഫർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ജെസ്സി ലിംഗാർഡും അദ്ദേഹത്തിൻ്റെ ടീമും ബാർസയ്ക്ക് അങ്ങോട്ട് ലിംഗാർഡിനെ ഓഫർ ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ഒട്ടും വേജസെ മേ ബി ഒരു ഫ്രീ എന്നല്ല, ഒരു വളരെ തുച്ഛമായ ഒരു വേജസിന് കളിക്കാൻ റെഡിയാവുന്ന രീതിയിലെന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ മെയിൽ സ്പോർട്ടും പിന്നെ സ്പോർട്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാർസലോണ ജെസ്സി ലിംഗാർഡ് പ്രോസ്പെക്റ്റിൽ നോക്കുന്നില്ല. സോ ആ ഒരു ഓഫർ ബാർസലോണ സ്വീകരിക്കത്തില്ല എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർ മിലാൻ അടുത്തൊരു ഡീല് സീക്രട്ടായിട്ട് തന്നെ കാര്യം അവർ നടത്തിയിട്ടുണ്ട്. സോ നമുക്കറിയാം മെഹദി ടറേമി എന്ന് പറയുന്ന ഇറാനിയൻ സ്ട്രൈക്കർ, പോർട്ടോയുടെ സ്ട്രൈക്കർ, ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടാണ് 22 ഗോളൊക്കെ 33 കളിയിൽ 22 ഗോളൊക്കെ ആയിട്ട് തകർപ്പൻ സീസണായിരുന്നു പോർട്ടോയിൽ. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇയർ ഓഫ് ദിസ് കോൺട്രാക്റ്റ് ആണിത്. സോ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15 കളിയിൽ നിന്ന് 3 ഗോളേ ഉള്ളൂ. ലാസ്റ്റ് സീസണോട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പ്രൊളിഫിക്കായിട്ടല്ല പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതലും സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻ്റർ മിലാൻ ഒരു ഡീൽ അഗ്രി ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ജൂണിൽ. അതായത് തുറാമിനെയൊക്കെ എത്തിച്ച പോലെ തന്നെ ഫ്രീ ഏജൻ്റായിട്ട്. ടറേമി നെക്സ്റ്റ് സീസൺ ഫ്രീ ഏജൻ്റ് ആണല്ലോ. സോ നെക്സ്റ്റ് ജൂണിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് സമ്മർ വിൻഡോയിൽ ഇൻ്റർ മിലാനിൽ ചേർത്തക്ക രീതിയിൽ ഇപ്പം ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്രീ കോൺട്രാക്ട് അഗ്രി ചെയ്യുന്നതിൻ്റെ വക്കിലാണ്. സോ ഫബ്രിസ് റഹ്മാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് നമ്മൾ നേരെ ഒരു എന്നാ പറയുക, ഇംഗ്ലണ്ടിലെ ഒരു സെൻസേഷനായി മാറാൻ ചാൻസ് ഉള്ള മേ ബി നെക്സ്റ്റ് ബിഗ് ഡിഫൻഡർ ഫ്രം ഇംഗ്ലണ്ട് ആവാൻ സാധ്യതയുള്ള ജെറാൻ ബ്രാൻത്വെയ്റ്റ്, എവർട്ടൻ്റെ സെൻറ്റർ ബാക്ക്, 21 വയസ്സുകാരനായ സെൻറ്റർ ബാക്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ആർസണലിനും സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ ഈ റേസിൽ ചിലപ്പോൾ റയൽ മാഡ്രിഡും എൻട്രി ചെയ്തേക്കാം എന്ന് പറഞ്ഞ റൂമറുകളുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ പ്രയോറിറ്റി ഇദ്ദേഹത്തെക്കാളും ഇനിയാഷോ, ആൻ്റോണിയോ സിൽവ, അതുപോലെ തന്നെ യോറോ പോലത്തെ പ്ലേയേഴ്സൊക്കെയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 21 വയസ്സുകാരൻ 2027 വരെ എവർട്ടണിൽ കോൺട്രാക്റ്റ് ഉണ്ട്. നമുക്കറിയാം എവർട്ടന് FFP ഷൂസ് ഉണ്ട്. അവർക്ക് നെക്സ്റ്റ് വിൻഡോയിൽ ഒരു ബിഗ് മണി സെയിൽ നടക്കണം. സോ ഒനാനെ പോലെ മേ ബി ഒനാനേക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സെയിൽസ് ആയത് മാറാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാൻത്വെയ്റ്റിൽ ആർസണലിലും യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ബ്രാൻത്വെയ്റ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ജെറാർഡിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മാൻ യുണൈറ്റഡ് ആണെന്ന് റിപ്പോർട്ടുകളുണ്ട്. സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ഈവൻ ടൊഡിബോയിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുക ഈ ഒരു സൈനിങ്ങിനായിരിക്കും എന്ന്. സോ അവരെ വൺ ഓഫ് ദ പ്രയോറിറ്റി ടാർഗറ്റ്സ്, ആ ടീമിൻ്റെ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് സ്ട്രോങ് ആക്കാനായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രയോറിറ്റി ടാർഗറ്റ് തന്നെയാണ് ഇദ്ദേഹമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സോ ഒട്ടും തള്ളിക്കളയേണ്ട. 2027 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. 196 സെൻറ്റിമീറ്ററാണ് പൊക്കം. പ്രീമിയർ ലീഗ് അഡാപ്റ്റ് ചെയ്യാറുണ്ട് ഈ സീസൺ. എവർട്ടൻ്റെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ. സോ റൈറ്റ് പ്രൈസിന് കിട്ടുവാണെങ്കിൽ എന്തുകൊണ്ടും നോക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ്. ആൻഡ് സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം പ്രയോറിറ്റി കൊടുക്കുന്ന സൈനിങ് എന്ന് പറയുന്നത്. സോ എന്താണ് അഭിപ്രായം? യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ഷുഡ് യുണൈറ്റഡ് ലുക്ക് അറ്റ് ബ്രാൻത്വെയ്റ്റ്? നല്ലൊരു പ്രോസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഫോർ ദ റൈറ്റ് പ്രൈസ് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ പിന്നെ പറയാനായിട്ടുള്ളത് കാൽവിൻ ഫിലിപ്സിൻ്റെ ആണ്. സോ കാൽവിൻ ഫിലിപ്സിന് വേണ്ടി 6 million യൂറോസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുന്ന ലോൺ ഫീസ്. സോ അദ്ദേഹത്തിൽ വെസ്റ്റ് ഹാമിനും ക്രിസ്റ്റൽ പാലസിനും സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ന്യൂകാസിൽ പതുക്കെ റൈസ് എന്ന് പറഞ്ഞു താല്പര്യം ഇൻട്രസ്റ്റ് വിട്ടിട്ടുണ്ട്. അവർ സമ്മറിലായിരിക്കും മേ ബി അഡീഷൻ നടത്തുക. ക്രിസ്റ്റൽ പാലസും വെസ്റ്റ് ഹാമും സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് കാൽവിൻ ഫിലിപ്സിൽ. ആൻഡ് ദ തിങ് ഈസ് അവർ 6 million പേ ചെയ്യാൻ റെഡിയല്ല. അവരൊരു 4 million
താഴെ ആ ഒരു പ്രൈസ് ആക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിറ്റി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കണ്ടു നോക്കാം. എന്തായാലും സിറ്റിക്ക് ഒരു ആവശ്യമില്ല ഇപ്പം വിൽക്കേണ്ടത്, ലോൺ വേണ്ട ഒരു പ്രയോറിറ്റി അവർക്കില്ല. സോ കാലിൻ ഫിലിപ്സ് മൂവിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസും വെസ്റ്റ് ഹാം ഇൻട്രസ്റ്റഡ് ആണ്. പ്രൈസ് ടാഗ് കുറയ്ക്കുമെന്ന് നോക്കാം. 6 million ആണ് സിറ്റി ആവശ്യപ്പെടുന്നത്. അവിടെ നമ്മൾ നേരെ വേറൊരു കാര്യം പറയാനുള്ളത് ഫക്കുണ്ടോ പെലിസ്ട്രിയുടെ കാര്യം അറിയാമല്ലോ. ഫക്കുണ്ടോ പെലിസ്ട്രി ഗ്രനാഡയിലോട്ട് ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അഗ്രിമെൻറ്റിൽ ഉടനെ എത്തിച്ചേരുമെന്നാണ് അറിയിക്കുന്നത്. സോ യുണൈറ്റഡ് ഗ്രനാഡയിലോട്ട് അദ്ദേഹത്തെ വിടാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്തായാലും. ഇതൊക്കെയാണ് ജസ്റ്റ് പറയാനായിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.